ഗൈസ്, ഞാൻ കുറച്ച് മുൻപൊരു പ്രവാസത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, എന്താ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിന്നിരുന്നാൽ പോരെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അയാൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ, അയാൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നട്ടുച്ചൻ്റെ സമയം കേട്ടോ. ഇപ്പോൾ ഈ പ്രവാസത്തിലാണ് ഹസ്ബൻഡ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരു ഭാര്യയ്ക്ക് ആ ഹസ്ബൻഡിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം കൂടി നിറവേറ്റേണ്ടി വരും. ഈ പുറത്തേക്ക് ഇറങ്ങാതെ ഫുഡ് കഴിക്കാന്നുള്ള ഒരു ഇതല്ല സത്യത്തിൽ, ഹസ്ബൻഡിൻ്റെ കടമ കൂടി ചെയ്യേണ്ട അവസ്ഥ വരും. ഇപ്പോൾ ഞങ്ങളെ വീട് പണിയാണ്. അപ്പം ആണിയൊക്കെ വാങ്ങാൻ പോകണം. അപ്പോൾ ആണി വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കട ഉണ്ട്, അബൂക്കാൻ്റെ കട, അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അത് അടച്ചിക്കണം. ഇനി 4 മണിക്ക് അത് തുറക്കുള്ളൂ. അപ്പം വണ്ടികളിങ്ങനെ പോകുന്നുണ്ട്, അതാ സ്റ്റക്കാക്കണം. അപ്പോൾ ഇനിയിപ്പോൾ മുണ്ടേരി പോകണം ഈ ആണിക്ക്. നട്ടുച്ചൻ്റെ സമയം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഹസ്ബൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല, ഹസ്ബൻഡ് തന്നെ എല്ലാം ചെയ്യും. അപ്പോൾ ഇതാണ്. ഇത് മാത്രമല്ല, കുട്ടികളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ, കുട്ടികളുടെ ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ, ബാർബർ ഷോപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, പിന്നെ അതേപോലെ ഒരുപാടുണ്ട് ഹസ്ബൻഡ് ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതും കൂടി ഈ വൈഫ് ഏറ്റെടുത്ത് ചെയ്യേണ്ട അവസ്ഥയാണ് ഉള്ളത്. അല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തിന്ന മാത്രമല്ല. സംഗതി ശരിയാ, മാസം ചിലവിനുള്ള പൈസ അയക്കും. പക്ഷേ ഈ പൈസ അയക്കണതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഗേൾസിന് ഇവിടെ നിന്ന് ചെയ്യേണ്ടി വരും. അതായത് ഹസ്ബൻഡിൻ്റെ ഉത്തരവാദിത്തങ്ങളും കൂടി ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കണ പോലെ നിങ്ങൾ നല്ല ഒരാളുടെ കമൻറ്റാണ് കേട്ടോ. അപ്പം വെറുതെ പുറത്തിറങ്ങാതെ വെറുതെ ഫുഡ് കഴിക്കാന്നുള്ള ആ ഒരു ഇതല്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഹസ്ബൻഡ് നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ. ഇപ്പോൾ ഓടി ഒരുവിധമായിട്ടുണ്ട്. ഇപ്പം വീട് പണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. പഞ്ചായത്തിൽ പോകണം, ബാങ്കിൽ പോകണം, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? കെട്ടിയോളുമാരും അവിടെ നിന്നിട്ട് ചെയ്യേണ്ടി വരും. ഹസ്ബൻഡിൻ്റെ ഉത്തരവാദിത്തങ്ങളും കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ വെറുതെ ഇരുന്നിട്ട് തിന്നല്ല കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ആണി വാങ്ങാൻ പോവാം.